നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സിയിൽ കാര്യങ്ങൾ ഏതാണ്ടൊരു തീരുമാനമാകുന്ന ദിവസമാണിന്ന്. ബ്രസീലും മൊറോക്കോയും കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. ബ്രസീലിൻ്റെ മത്സരം ഹെയ്ത്തിക്കെതിരെയാണെങ്കിൽ മൊറോക്കോയുടെ മത്സരം സ്കോട്ട്ലൻഡിനെതിരെയാണ്. രണ്ട് ടീമുകളും ഗോൾ വർഷം നടത്തി വിജയിച്ച് കയറാനുള്ളൊരു ശ്രമം നടത്തും. കാരണം ഈ രണ്ട് ടീമുകളാണ് ഗ്രൂപ്പിൽ ലീഡ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിച്ച ടീമുകൾ. അതേസമയം നിലവിൽ 3 പോയിൻറ്റോട് ഒന്നാമതുള്ളത് സ്കോട്ട്ലൻഡാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ബ്രസീലിന് 1 പോയിൻറ്റ്, മൊറോക്കോക്ക് 1 പോയിൻറ്റ് എന്നതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ഗോൾ വർഷം നടത്താൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എതിരാളികൾ കടുത്ത ചെറുത്തുനിൽപ്പ് നടത്തും. ബ്രസീൽ ഇന്നത്തെ ദിവസം ഒരു 5-0 വിജയമെങ്കിലും ലഭിക്കണം, അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനമൊക്കെ പിടിക്കാൻ കഴിയും. ഈ 1-ാം സ്ഥാനം എന്തിനാണ് ഇത്ര വലിയ പ്രശ്നമാക്കുന്നത്? 2-മതോ 3-മതോ കിട്ടിയാലും കയറില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാം. പക്ഷേ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനം എന്നൊക്കെ പറയുമ്പോഴേ ഈ അടുത്ത റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഫിക്സർ അതിനനുസരിച്ച് മാറ്റമുണ്ടാകും. 2-ാം സ്ഥാനക്കാർ ഒരു പക്ഷേ അല്ലെങ്കിൽ 3-ാം സ്ഥാനക്കാരൊക്കെ അപ്പുറത്തെ ഗ്രൂപ്പിലെ ജേതാക്കളോടൊക്കെ ഏറ്റുമുട്ടേണ്ടി വരും. ഇവിടെ ജേതാവായി കയറിപ്പോയാൽ അപ്പുറത്തെ ഗ്രൂപ്പിലെ 3-ാം സ്ഥാനക്കാരെയോ 2-ാം സ്ഥാനക്കാരെയോ ഒക്കെ ആവും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ സ്റ്റാൻഡിങ്ങിന് വളരെ പ്രാധാന്യമുള്ള ഒരു കളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രണ്ട് ടീമുകളും വിജയത്തിൽ കുറഞ്ഞൊന്നും എന്തായാലും ലക്ഷ്യം വെക്കുന്നില്ല. അത് ഏത് മാർജിനിൽ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് രാത്രി ഗ്രൂപ്പ് ഡിയിലെ കളിയുണ്ട്. അത് USA-യും ഓസ്ട്രേലിയയും തമ്മിലാണ്. ആ രണ്ട് ടീമുകൾ അവരുടെ ഗ്രൂപ്പുകളിൽ ഓൾറെഡി വിജയിച്ച ടീമുകളായതുകൊണ്ട് ഈ കളി വിജയിക്കുന്ന ടീമിന് മിക്കവാറും അടുത്ത റൗണ്ട് ഉറപ്പിക്കാനും പറ്റും. രാത്രി 12:30 ആ കളി. അത് കഴിഞ്ഞ് ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡും മൊറോക്കോയും തമ്മിൽ കളിക്കുന്നത്. സ്കോട്ട്ലൻഡ് വിജയിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അടുത്ത റൗണ്ട് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റും. അതല്ല മൊറോക്കോയാണ് വിജയിക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന ഒരവസ്ഥയിൽ മൊറോക്കോക്ക് അതൊരു വലിയ അപ്പർ ഹാൻഡ് ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും മൊറോക്കോക്ക് തന്നെയാണ് ഈ കളിയിൽ നല്ല സാധ്യത. അതേസമയം ബ്രസീൽ വേഴ്സസ് ഹെയ്ത്തി മത്സരം രാവിലെ 6 മണിക്കാണ് ഫിലാഡൽഫിയയിൽ. ഈ കളിക്ക് നെയ്മർ ജൂനിയർ ഇല്ല. പക്ഷേ നെയ്മർ ഇല്ലാതെയും ഈ ടീമിന് വിജയിച്ചേ പറ്റൂ. അത് ഹെയ്ത്തിക്കെതിരെ ഒരു 5 ഗോളെങ്കിലും ബ്രസീൽ അടിക്കുമോ? കാത്തിരുന്ന് കാണാം. അതിനുശേഷം 8:30 ഗ്രൂപ്പ് ഡിയിൽ അടുത്ത കളിയുണ്ട്. തുർക്കിയ വേഴ്സസ് പരാഗ്വേ പോരാട്ടമാണ്. ആദ്യ കളി തോറ്റതുകൊണ്ട് തുർക്കിയക്ക് ഇവിടെ വിജയം അനിവാര്യമാണ്. പരാഗ്വേയും തോറ്റതാണ്, പക്ഷേ വലിയ പ്രതീക്ഷ അവർ ഈ വേൾഡ് കപ്പിൽ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും ചിത്രം തെളിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.